ഇപ്പോൾ മതം അടിസ്ഥാനപരമായിട്ടൊരു ഭൂരിപക്ഷ ഭീകരതയാണ്. നോയമ്പ് കാലത്ത് ഈ ഭക്ഷണ സ്ഥാനങ്ങൾ അടച്ചിടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പലയിടത്തും ഉണ്ട് ഇത്. ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പല ജില്ലകളിലും വളരെ വ്യാപകമായിട്ടുണ്ട്. അതില്ല എന്നൊക്കെ ഓരോരുത്തരോ ഇങ്ങനെ ഞങ്ങളൊരു ജില്ലയെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറയും. ഒരു ജില്ല മാത്രമല്ല ഞാൻ പറഞ്ഞു. ഇത് പല നേതാക്കന്മാരും ഈ നോയമ്പ് സമയത്ത് എന്താ ഈ നോയമ്പിൻ്റെ അടിസ്ഥാനം? നിങ്ങൾ ഒരു ദിവസം ആഹാരം കഴിക്കാതിരിക്കുന്നു, ഇത് നോക്കിക്കൊണ്ട് ഔട്ടർ സ്പേസിൽ ആൻഡ്രോമീലോ ഗാലക്സിയിൽ ഇരുന്ന ഒരാൾ നോക്കുന്നുണ്ട്, ഇയാൾ വല്ല ആഹാരം കഴിച്ചോ, ഇയാൾ എപ്പോഴാണ് 6 മണിക്ക് ഭൂമിയിലൊരു ക്ലോക്കും കൂടെ അദ്ദേഹത്തിൻ്റെ കൈ വേണം. കാരണം ഭൂമിയിൽ ഓരോ സ്ഥലത്തും ഓരോ സമയമാണല്ലോ. അപ്പം ഓരോ സ്ഥലത്തല്ല നോക്കിയിട്ട് പഞ്ചായത്ത് നോക്കിയിട്ട് ഓരോ പഞ്ചായത്തിൻ്റെയും ക്ലോക്ക് ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം നോക്കുന്നു, രാവിലെ കഴിച്ചിട്ടുണ്ടോ ആഹാരം? ഇല്ല. ഉമിനീർ ഇറക്കിയിട്ടുണ്ടോ? ഉമിനീർ ഇറക്കിയാലും കിട്ടില്ല. അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണല്ലോ. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് മാർക്കിട്ട് എന്നിട്ട് എന്താ ചെയ്യുക? 6 മുതൽ 6 വരെ, അല്ലെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാത്രി 3 നേരം ആഹാരം. മിക്കവാറും ഈ നോയമ്പെടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഫാമിലിയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ബഡ്ജറ്റിൻ്റെ 3 ഇരട്ടിയാണെന്നാണ് പറയുന്നത്. കാരണം 2 നേരം ആഹാരം കഴിക്കാത്തതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിനു വേണ്ടി പോഷകാഹാര സമൃദ്ധമായിട്ടുള്ള ആഹാരം അവർ കഴിക്കും, കൂടുതൽ കഴിക്കും. 5 മണിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു കിടക്കാൻ പോലും നമുക്ക് സമയമില്ല, അത്രയ്ക്ക് ഉറക്കമായിരിക്കും. എന്തോ അങ്ങ് മറിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ വിശുദ്ധമായ കാര്യമായിട്ടാണ് പറയുന്നത്. കൂലി പ്രതീക്ഷിച്ച് ചെയ്യുന്നൊരു കാര്യമാണെന്ന് പറയുന്നത്. ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ സമ്മാനം കൊടുക്കുന്ന ദൈവം. ഇപ്പോൾ സോമാലിയിലൊക്കെ ഈ ദൈവത്തിൻ്റെ കമ്പനി പൂട്ടിപ്പോവും യഥാർത്ഥത്തിൽ. അപ്പം നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് അടച്ചിടുന്നത്? നിങ്ങളൊരു ഹോട്ടൽ തുറന്ന് വെക്കുമ്പോൾ അത്രയും സ്ഥലത്ത് അവിടെ ആളുകൾ വരികയാണ്. അപ്പോൾ നിങ്ങൾ അടച്ചിടുമ്പോൾ അവിടെ അന്നത്തേക്ക് ഒരു ഹോട്ടലിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തെ, നീ പട്ടിണി കിടക്കുന്നത് നിൻ്റെ എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചായിരിക്കും. പക്ഷേ അത് ഞാൻ എന്ത് പിഴച്ചു? നിൻ്റെ പ്രതിഫലം നീ എടുക്കുക, എന്നെ വെറുതെ വിടുക. കാര്യം വെച്ചാൽ ഈ പബ്ലിക് സർവീസിൻ്റെ ഇപ്പോൾ ഓട്ടോക്കാരൻ ചോദിക്കും, തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോക്കാരനൊക്കെ ചോദിക്കും, നമ്മൾ ആദ്യം ഒരു കൺസൾട്ടേഷൻ ഉണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. എങ്ങോട്ടാണ് പോകണ്ടേ? നമ്മൾ വഴുതക്കാട്ട. ഇല്ല. അല്ല, അവന് ബോധിച്ചൊരു സ്ഥലത്തേക്ക് മാത്രമേ സർവീസ് അവൻ നടത്തൂ. യഥാർത്ഥത്തിൽ പബ്ലിക് യൂട്ടിലിറ്റിയാണിത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ അവൻ വായിച്ചു നോക്കിയിട്ടില്ല. ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആഭാസനോ മദ്യപാനിയോ ആയുധധാരിയോ ഒന്നും അല്ലാത്ത ഒരാൾ ഇന്ന സമയത്തിനിടയിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ദൂരത്ത് പോകണമെന്ന് തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈസൻസിന് തന്നെ അത് ഒരു പ്രൊഫഷന് കോൺട്രറിയാണ് ശരിക്കും. ടാക്സിക്കാരനായാലും അത് ഒരാൾ വിചാരിക്കാം എനിക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് മാത്രമേ വണ്ടി വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ടാക്സി അല്ല, അതൊരു പ്രൈവറ്റ് വെഹിക്കിളാണ് ശരിക്കും എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഹോട്ടലുകളുടെ കാര്യം, ആഹാരത്തിൻ്റെ കാര്യം. രാവിലെ പോയിട്ട് ഒരു അല്പം വെള്ളം പോലും കുടിക്കാതെ വന്നിട്ട് നോയമ്പിനെ പൂഴ്ത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലെ എവിടെയായിരുന്നു, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും ഭയങ്കര സംഭവമാണ്. ഒരു ദിവസം ചില പറയുന്നത് വിശപ്പിൻ്റെ വില അറിയാനാണ് നോയമ്പെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. കണക്കിന് ഈ പട്ടിണി കിടക്കുന്നവരുടെ ഒരു ഇതറിയാനായിട്ട്, അത് തിരിച്ചറിയാനായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അന്ധരുടെ വേദന തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യും എന്നാലോചിച്ചു. ഓരോരോ ലോജിക്കുകളാണ്. ദേശീയഗാനത്തിന് പോലും എഴുന്നേൽക്കുന്നില്ലെന്ന് പറയുന്നവർക്കാണ് ഇക്കാര്യത്തിൽ ഒരു പരാതിയില്ല എന്നുള്ളതാണ്. പരാതികളുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോയമ്പിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലെ പരാതികൾ കുറഞ്ഞു വരികയാണ്. MLA മാർ തന്നെ നോയമ്പെടുക്കുന്നു, കൂടെ നോയമ്പെടുക്കുന്നു. ഇതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, പല രീതിയിലുള്ള ബുദ്ധിമുട്ട്, അതിന് എതിരെ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഇതിനെ ഇതൊക്കെ എല്ലാവരും സഹിക്കണം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. മതം ഒരിക്കലും മതവിശ്വാസിക്ക് മാത്രമായിട്ട് ആഘോഷിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതാണ് എൻ്റെ രസം. വേണമെങ്കിൽ നിങ്ങളുടെ അവിശ്വാസം വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ മതവിശ്വാസിയെ സംബന്ധിച്ചോളം മതം എന്ന് പറയുന്നത് സ്വകാര്യമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. സ്വകാര്യമാണ് എന്ന് അവർ പറയുന്നെങ്കിലും ഇപ്പോൾ അതൊരു ഉത്സവമായാലും അതൊരു പൂജയായാലും അതൊരു ഗാനമായാലും മൈക്കായാലും അത് സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സ്വകാര്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈവൻ എയ്ത്തീസം എന്ന് പറയുന്നതിന് ആവശ്യം തന്നെ ഇല്ല. അതിൻ്റെ പൊതുവൽക്കരണം അല്ലെങ്കിൽ അതിന് പൊതു സമൂഹത്തിൽ അതിനായിട്ടുള്ള പ്രഭാവം കാരണമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്.